വളരെ കിടിലൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫും അതിൻ്റെ കൂടെ തന്നെ ഒരു ബിലോ ആവറേജ് സെക്കൻഡ് ഹാഫ്. അതാണ് നോബഡി നോബഡി എന്ന് പറയുന്ന ഈ ഒരു മൂവി. പൃഥ്വിരാജ് അതുപോലെ തന്നെ പാർവതി തിരുവോത്ത്, അശോകൻ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. സമൂഹത്തിനാൽ വേട്ടയാടപ്പെടുന്ന ഒരാളാണ് നോബഡി എന്ന് പറയുന്ന ഈ ഒരു മൂവിയിൽ പൃഥ്വിരാജിന്റെ ക്യാരക്ടറായിട്ടുള്ള രാജീവൻ എന്ന് പറയുന്ന ഗവൺമെന്റ് എംപ്ലോയി. സോ ഇതിൽ പല സംഭവങ്ങളും നൈസായിട്ട് ഇങ്ങനെ ട്രോളുന്ന ആ ഒരു രീതിയിലുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ രസമായിരുന്നു കാണാനായിട്ട്. സോ അങ്ങനെ ഒരു സംഭവമാണ് ഈ ഒരു മൂവി മൊത്തത്തിൽ. സൊസൈറ്റി, അതായത് ഇതിലൊരു സേർട്ടൺ പോയിന്റിൽ ആ ഒരു സേർട്ടൺ കൈൻഡ് ഓഫ് ഡയലോഗിൽ പറയുന്ന ഒരു സംഭവമാണ് ഈ ഒരു മൂവിയിലെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫിലെ. സോ അതായത് രാജീവൻ എന്ന് പറയുന്ന ഗവൺമെന്റ് എംപ്ലോയി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ബാങ്ക് റോബറി നടക്കുമ്പോൾ ആ ഒരു ബാങ്കിൽ ഉണ്ടായിരുന്നു. സോ അദ്ദേഹത്തിന്റെ കുറച്ച് സംഭവങ്ങൾ, അതായത് അവിടെ നടന്ന കുറേ സംഭവങ്ങൾ കാരണം അദ്ദേഹം അവിടെ പെടുകയും ആ ഒരു സംഭവത്തിന് മെയിനായിട്ടുള്ള അവിടെ നടക്കുന്ന ഒരു ആക്ടിവിറ്റിക്ക് അദ്ദേഹമാണ് ഒരു വിക്റ്റിമായി മാറുന്നത്. സോ അങ്ങനെ പോലീസുകാരാലും ആ ഒരു സൊസൈറ്റിയാലും മൊത്തത്തിൽ അദ്ദേഹം വേട്ടയാടപ്പെടുകയാണ്. സോ അദ്ദേഹത്തിൻ്റെ മെൻ്റൽ സിറ്റുവേഷൻസ്, ആ ഒരു മെൻ്റൽ സ്ട്രഗിൾസ്, ഇത് മനസ്സിലാക്കുന്ന ആരുമില്ല, അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ലോൺലിനെസ് സിറ്റുവേഷനിലോട്ട് അദ്ദേഹം പോകുന്നു. അതാണ് രാജീവൻ്റെ ക്യാരക്ടർ പൃഥ്വിരാജ് പ്ലേ ചെയ്തിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ടാണ് ആ ഒരു ക്യാരക്ടർ പൃഥ്വിരാജ് പ്ലേ ചെയ്തിരിക്കുന്നത്, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കഥാപാത്രം ഒരു സാധാരണക്കാരനായിട്ടുള്ള കഥാപാത്രമാണ്. നമുക്കറിയാം പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ, അതായത് ഈ ഒരു റീസെൻ്റ് ആയിട്ട് വന്ന മൂവീസിലെ ആ ഒരു ഡയലോഗ് മോഡുലേഷനോ കാര്യങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നുമില്ലാതെ ആ ഒരു പക്ക ആ ഒരു ക്യാരക്ടറായിട്ട് തന്നെ പ്ലേ ചെയ്തിരിക്കുന്ന അത് സിനിമയുടെ ഒരു വലിയൊരു പോസിറ്റീവാണ്. അതിൻ്റെ കൂടെ തന്നെ പാർവതി തിരുവോത്തും അഭിനയിച്ച 2 കുട്ടികളും ഒക്കെ തന്നെ നല്ല പെർഫോമൻസ് ആയിരുന്നു. സോ നിസാം ബഷീറിന്റെ ഡയറക്ഷൻ ഒരു ഫസ്റ്റ് ഹാഫിൽ എസ്പെഷ്യലി വളരെ ബ്രില്യൻ്റ് ആണ്. ആക്ഷൻ സീനുകളിൽ, ആ ഒരു കട്ട്സിൽ, ഈ ഒരു സൊസൈറ്റിയുടെ പല കാര്യങ്ങൾ പറയുന്നത്, നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ എന്ന് ചില പോയിന്റിൽ നമുക്ക് പോലും ചിലപ്പം തോന്നും. സോ ആ ഒരു രീതിയിൽ സൊസൈറ്റിയാൽ വേട്ടയാടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒരു രാജീവിൻ്റേത്. സോ അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ കുറേ ഫൈറ്റ് സീക്വൻസസ് ഉണ്ട്. അതൊക്കെ തന്നെ നല്ല ഗംഭീര ഔട്ട്പുട്ടാണ് നൽകുന്നത് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ പ്രത്യേകതയാണ്. അതിൽ പൃഥ്വിരാജിന്റെ ഫ്ലെക്സിബിലിറ്റി എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം അത്രയും നല്ല കിടിലം ഫ്ലെക്സിബിലിറ്റിയാണ് ഈ ഒരു മൂവിയിൽ പൃഥ്വിരാജിന്റെ. സോ ആ ഒരു ഫൈറ്റ് സീനിലൊക്കെ അത് എടുത്തെറിയാൻ പറ്റും. ഈ ഖലീഫയ്ക്ക് മുമ്പുള്ളൊരു ചെറിയൊരു സാമ്പിൾ മാത്രമാണ് ഇത് എന്ന് ചിലപ്പം തോന്നും ഈ ഒരു മൂവി കാണുമ്പോഴത്തേക്കും. സോ ഖലീഫയ്ക്ക് ഒരു വലിയ എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യുന്നുണ്ട് ഇതിലെ ആക്ഷൻ സീക്വൻസസും കട്ട്സും ഒക്കെ. സോ ബാക്കിയൊക്കെ കണ്ടറിയാം. സോ ഈ ഒരു മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ വരുന്ന ബിലോ ആവറേജ് ആയിട്ടുള്ള പല സംഭവങ്ങൾ നമ്മൾ ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ കണ്ടു വെച്ചിരിക്കുകയാണ്. സോ ആ ഒരു ക്യാരക്ടർ സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് അറിയാൻ, ഇതിനൊക്കെ ഇദ്ദേഹം തിരിച്ചടിക്കുന്ന പ്ലാൻ എന്താണ്, അങ്ങനെയുള്ള സംഭവങ്ങൾ എന്താണെന്നൊക്കെ അറിയാൻ ഒരു ആകാംക്ഷയാണ്. പക്ഷെ ഒരു ആകാംക്ഷയ്ക്ക് അനുസരിച്ചുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നും വന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു സംഭവം പോലെ ഒതുങ്ങുകയാണ് മൂവി. അതാണ് സിനിമയുടെ പ്രധാന പ്രശ്നം. നോക്കുകയാണെങ്കിൽ ഒരു വാച്ചബിൾ മൂവിയാണ് നോബഡി. വലിയ മടുപ്പും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു കഥ പറഞ്ഞെത്തിക്കാൻ തന്നെ കുറെ പാടുപെട്ട രീതിയിലുള്ളൊരു സംഭവം നമുക്ക് തോന്നി. നമുക്ക് അക്യൂസ്ഡ് എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്, ഒരു ഇംഗ്ലീഷ് മൂവിയാണെന്ന് തോന്നുന്നു, അത് വേറെ ഏതൊരു ലാംഗ്വേജ് മൂവിയാണെന്ന് തോന്നുന്നു. സോ ആ ഒരു മൂവിയിൽ സൊസൈറ്റിയാൽ വേട്ടയാടപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ ഒരു ഹ്യൂമൻസ് തന്നെയാണ് ഹ്യൂമൻസിന്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഈ ഒരു സിനിമയിൽ പറയാതെ പറയുന്നുണ്ട്. ഹ്യൂമൻസ് തന്നെയാണ് ഹ്യൂമൻസിന്റെ വില്ലൻ എന്നുള്ളത്. നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ മതി. എനിക്ക് പേഴ്സണലി അങ്ങനെയുള്ള ഒരു ആൾക്കാരെയൊക്കെയാണ് ഇഷ്ടം. പക്ഷെ നമുക്ക് നമ്മൾ ഒരു സംഭവം നടക്കുമ്പോഴത്തേക്കും പല തീരുമാനങ്ങൾ നമ്മുടെ മനസ്സിൽ പോകും. അതങ്ങനെ ഒരു ചെറിയ സംഭവം നടക്കുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കാണുമ്പോഴത്തേക്കും അതിന്റെ കമന്റിൽ തന്നെ കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിക്കുന്നതാണ്. അതായത് ഇപ്പം ആ ഒരു പോസ്റ്റിൽ പറയുന്ന പോസിറ്റീവായിട്ട് പറയുന്ന സംഭവങ്ങൾ നെഗറ്റീവായിട്ട് എടുത്ത് അവിടെ അടിയുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ആ ഒരു അടിയുണ്ടാക്കുന്ന ആളുകളെ ഇഷ്ടമല്ലാതെ അതിൻ്റെ പേരിൽ വന്ന് അടിയുണ്ടാക്കുന്ന വേറെ ആളുകളുണ്ട്. സോ ആ ഒരു പോസ്റ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതല്ല പ്രശ്നം, അവർ പോസ്റ്റ് ഇട്ട കമൻറ്റിന് കൊടുക്കുന്ന റിപ്ലൈ ആണ്. സോ ഒരു കമൻറ്റ് ഇട്ട ആളോടുള്ള ഒരു ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ മേ ബി ആ ഒരു പോസ്റ്റിലുള്ള ആളുകളുള്ള ഫ്രസ്ട്രേഷനുള്ള പല പല തീരുമാനങ്ങളുള്ള ആളുകളാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. സോ അങ്ങനെ സൊസൈറ്റിയിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി മാറുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് ഈ ഒരു സിനിമ നമ്മളോട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് മെയിൻ സംഭവമായിട്ട് ഈ ഒരു സിനിമയിൽ വരുന്നത്. സോ ഒരു സൊസൈറ്റിയിൽ ഒരാൾ ജീവിക്കുമ്പോഴത്തേക്കും അയാൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന സ്ട്രഗിൾസ് എന്താണ്, ആ ഒരു സൊസൈറ്റി അയാളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള പല പല സംഭവങ്ങൾ ഈ ഒരു മൂവിയിൽ പറയുന്നുണ്ട് വളരെ എഫക്റ്റീവായിട്ട്. അത് സിനിമയുടെ ഒരു വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. അതിൻ്റെ ക്ലൈമാക്സിൽ ഒരു ചെറിയ മെസ്സേജ് വരുന്നുണ്ട്, അതും അത്യാവശ്യം നന്നായിട്ട് തോന്നി. പക്ഷെ അത്രയും നേരം ആ ഒരു മൂവി ആ ഒരു ടൈം എടുത്തുകൊണ്ട് അത് കുറച്ച് എഫക്റ്റീവ് അല്ലാതെയും പോകുന്നുണ്ട്. അത് സിനിമയുടെ ഒരു നെഗറ്റീവാണ്.